അമ്മ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പറയെ പിടിക്കുക ചോദിക്കും, ആരും മോനെ നീ അമ്മേനെ പോയി കാണാൻ, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിങ്ങൾക്ക് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോൺ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ല എന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്നാ പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 15 വയസ്സ് തൊട്ട് ഉണ്ടാക്കിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. കിച്ചു രേണുവിന് ക്യാൻസർ ആണെന്നുള്ളൊരു റൂമർ വന്നപ്പോൾ തന്നെ രേണുവിനെ വിളിച്ചിരുന്നു, കോള് കിട്ടിയില്ല. രേണുവിൻ്റെ സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ടിപ്പോൾ എന്തായി? രേണു വന്നിരുന്നുകൊണ്ട് എൻ്റെ മോൻ എന്നെ കാണാൻ വന്നില്ല, ഞാൻ വളർത്തിയ കുഞ്ഞെന്നെ കാണാൻ വന്നില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവനെ കൊന്നങ്ങ് തിന്നെ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. പക്ഷെ അതെല്ലാം കൂടെ റിവേഴ്സ് അടിച്ച് രേണുവിൻ്റെ തലമണ്ട പൊളിച്ച്. ഇപ്പോൾ രേണു സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കണില്ല, കള്ളം പറഞ്ഞാലും ആരും വിശ്വസിക്കണില്ല. പിന്നെ കള്ളവേ പറയാറുള്ളൂ. അതിൽ അവിടെ ഇവിടെയും തൊടാത്ത 2-3 സത്യങ്ങൾ വന്നു. ആ സത്യം വലിയ സത്യമാണെങ്കിലും ആരും വിശ്വസിക്കണില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കൂല. കയ്യിലിരിപ്പ് അതാണല്ലോ. സുധിച്ചേട്ടൻ മരിച്ച് 2ാമത്തെ ദിവസം സുധിച്ചേട്ടൻ മരിച്ച് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫോൺ എടുക്കുമ്പം, രാവിലെ ഞാൻ ഫോൺ എടുക്കുമ്പം കാണുന്നത് ഈ വ്യക്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഒരു റൊമാൻറ്റിക് സോങ്ങിന് വീഡിയോ ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഞാൻ വിചാരിച്ചു വിഷമിച്ചിരിക്കുന്നതിലും നല്ലതാണല്ലോ. നമ്മുടെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം എന്നൊരു സാധനമുണ്ട്, അതുള്ളത് നല്ലതാണ്. കാരണം ഓവർകം ചെയ്യാലോ. അതൊന്നും അല്ലായിരുന്നു കാര്യം ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് മനസ്സിലായത് എന്താണ് കാര്യം എന്നുള്ളത്. പിന്നെ അതിൽ പിന്നീട് കാണിച്ചതിനൊന്നും എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. രേണുസുതി എവിടെ തിരിഞ്ഞാലും രേണുസുതി. ഇപ്പം മോനെ വെച്ചിട്ട് മാർക്കറ്റിംഗ്, അസുഖം വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. കാശ് മതി. പിന്നെ സെലിബ്രിറ്റീസൊക്കെ വീട്ടിൽ വരുമ്പോൾ സീമാജി നായർ വന്നു, എന്നെ കണ്ടു, എനിക്ക് സഹായം ചെയ്തു. എന്നെ അവർ വന്ന് കണ്ടു, ഇവർ വന്ന് കണ്ടു, എല്ലാവരും എനിക്ക് സഹായം ചെയ്തു. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് സഹായം ചെയ്തോളൂ എന്നുള്ളൊരു ധ്വനി. സഹായവും പൈസയും. പ്രാർത്ഥനയുടെ കാര്യം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇപ്പോൾ സുവിശേഷക ആകാൻ പോകുന്ന ആൾ പിന്നെ വിഗ് വെച്ചിട്ട് ഡാൻസ്, ഭയങ്കര കപ്പാസിറ്റിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം തൊട്ടേ ആദ്യം മുതൽ എനിക്ക് ഇവർക്ക് അസുഖം ഉണ്ടല്ലോ എന്നുള്ള ഡൗട്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഷെഫീന ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു ക്യാൻസറുള്ള ഒരു ചേച്ചി സംസാരിക്കുന്ന കേട്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്ന്. അത് കള്ളത്തരമല്ല. കാരണം നമ്മുടെ ലൈഫിൽ, ഞാനൊരു നേഴ്സാണ്, അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചുമ്മാതെ വലിയ അസുഖങ്ങളുണ്ടെന്ന് പറയുന്ന ടീംസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അസുഖമുണ്ട്, പക്ഷെ അത് വിറ്റ് നമ്മളങ്ങ് പൈസ ഉണ്ടാക്കുക. മരം കിളുത്താൽ അതൊരു തണലാക്കുക, അതൊരു കഴിവാണല്ലോ. ആ കഴിവ് നല്ലതാണ്, നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിച്ചാൽ. സ്വന്തം കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അസുഖമൊക്കെ മാറി തിരിച്ച് വരട്ടെ. കിച്ചു എന്ന് പറഞ്ഞ കൊച്ചിനെ ജീവിതം നശിപ്പിച്ച് അതിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ. പക്ഷെ ഒരുപാട് പേര് അവന് സപ്പോർട്ടുണ്ട്. അവൻ നല്ല കപ്പാസിറ്റിയുള്ള മെൻ്റൽ പവറുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ അതൊക്കെ അതിജീവിക്കും. രേണു ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. നാടൻ കെട്ട കുറച്ച് കളികളുണ്ടല്ലോ, ആ കളികളും കൂടെ നമുക്കൊന്ന് കാണാം. എന്ത് പറയാനാ, രേണുവിന് പൈസ മതി. അതിപ്പോൾ പിക്കിളേന് ഊരിയെടുത്തിട്ടായാലും
വിഗ് വെച്ചിട്ടായാലും ഡാൻസ് ആടിയിട്ടായാലും രേണുവിന് കാശ് മതി. മോനെ വിറ്റിട്ടായാലും മരിച്ച ഭർത്താവിനെ വിറ്റിട്ടായാലും സ്വന്തം അസുഖം വിറ്റിട്ടായാലും രേണുവിന് പൈസ മതി.